പലതരത്തിലുള്ളതായ ചൈനീസ് ബോൾസം കണ്ടോ, പൂക്കൾ എന്ത് ഭംഗിയാണ് കാണാൻ, എത്ര ടൈപ്പിലാണെന്ന് കണ്ടോ. അപ്പോൾ വേറെ ഒരു ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു. പപ്പ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇത് നല്ല പ്യുവർ വൈറ്റാണ് ഈ നിൽക്കുന്നത്. ഇത് ആണ്ടോ വൈറ്റിൽ പിന്നെ റെഡ് കളറ്, ഇത് റെഡിനകത്ത് വൈറ്റ് കളറ്, പിന്നെ നല്ല ഡാർക്ക് ചുവപ്പ്, അങ്ങനെ പല ടൈപ്പിലുള്ളതായ നിറങ്ങൾ. എന്ത് രസമാണ് കാണാൻ. ഇതെല്ലാം കൂടെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. അപ്പം ഒരു മൂട് ചൈനീസ് ബോൾസാണ് ഈ നിൽക്കുന്നത് കണ്ടോ, കാട് പിടിച്ച പോലെയാണ് നിൽക്കുന്നത്. നോക്കി, നമ്മൾ മണ്ണിൽ കൊണ്ടുവച്ചാണ്. ഇഷ്ടം പോലെ ഒരു മൂട്ടിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അത് ചില സമയത്ത് അങ്ങ് നിറയെ പൂക്കളായിരിക്കാം. ഇപ്പോൾ ഇച്ചിരി ഒന്ന് പൂ കുറഞ്ഞ് നിൽക്കുകയാണ് ഇതിനകത്ത്, പക്ഷേങ്കിൽ നല്ലതുപോലെ ഇതിനകത്ത് പൂക്കൾ പിടിക്കുന്നതാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്, അതായത് ചൈനീസ് ബോൾസ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ ഗാർഡൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല ഇല്ലേ. അപ്പോൾ നമ്മുടെ മുറ്റ് പോയാൽ കുറച്ച് പച്ചക്കറികൾ വേണം, കുറച്ച് ഗാർഡൻ പൂക്കളും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, പല നിറത്തിലുള്ളതായ പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയുള്ളൂ. എത്ര വയ്യാന്ന് പറഞ്ഞാലും ഈ ചെടികളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചൈനീസ് ബോൾസം എങ്ങനെയാണ് നമ്മുടെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയെന്നും അത് നല്ല രീതിയിൽ എങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകുമെന്നും അതിൻ്റെ വളപ്രയോഗ രീതിയൊക്കെ എന്താണെന്നും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ ഞാൻ പിന്നെ നമ്മുടെ എവിടെയൊക്കെ ചൈനീസ് ബോൾസം പിടിപ്പിക്കാം അവിടെ എല്ലാം ചൈനീസ് ബോൾസം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 10 മണി കഴിഞ്ഞപ്പോൾ അടുത്ത ക്രേസ് ചൈനീസ് ബോൾസാണ്. പക്ഷേ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും പൂക്കളായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയല്ലേ. അപ്പോൾ അത് എവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കാമോ അവിടെ എല്ലാം ഞാനങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ കളറൊക്കെ എവിടുന്നൊക്കെയോ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ട്. എവിടെ പോയാലും നമ്മൾ സംഘടിപ്പിക്കാനുള്ളതൊക്കെ സംഘടിപ്പിച്ചിരിക്കണം അല്ലേ. അതെ. അപ്പം നമുക്കൊരു ടീച്ചർ, നമ്മുടെ കുണ്ട്ര MGD സ്കൂളിലെ മേരി മാത്യു ടീച്ചർ നമുക്ക് വെറൈറ്റി കളർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ 1-2 കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 6-7 ടൈപ്പ് കളറായി അല്ലേ എല്ലാം കൂടെ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നും അതിൻ്റെ വളപ്രയോഗ രീതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെ നിൽക്കുന്ന ഒരു പിന്നെ തൈനെ ഉണ്ട് അതേപോലെ ചട്ടിക്കകത്താക്കണമെന്ന്. അപ്പോൾ ചട്ടിക്കകത്ത് നിൽക്കുന്നതിനെ തോന്നും ഇനി തറയെ കൊണ്ടുവന്നോന്ന്. ഇങ്ങനെ നമ്മൾ കോളേജിൽ പോകുന്നതിന് മുന്നേ ഒരു സ്ഥലത്തായിരിക്കും, തിരിച്ചു വരുമ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കും. ഇതിന് പിന്നെ മണ്ണും അറിയത്തില്ല, ആരും അറിയാതെ അതിൻ്റെ വേരിന് ഒന്നും ഒരു ക്ഷതം തട്ടാതെ എങ്ങനെയാണ് ഒരു ചട്ടിയിലോട്ട് നമ്മളിതിനെ മാറ്റുന്നതെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പം വെള്ളയിൽ ചുവപ്പായിട്ട് വരുന്ന കളറാണ്. ഇപ്പം നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വെക്കുമ്പം തന്നെ ഇതിൻ്റെ കളറങ്ങ് മിക്സ് ആയിക്കോളും. ഇത് ഇങ്ങനെ ബോർഡറായിട്ട് കാണുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഇഷ്ടം പോലെ പൂവുണ്ടാകുന്നൊരു ചെടിയാണ് അല്ലേ അമ്മേ? അതെ, എപ്പം നോക്കിയാലും പൂക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം കൊണ്ടുവയ്ക്കാനുള്ളൊരു മനസ്സ് വരുന്നത്. ആർക്കും എവിടെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാമെന്നാണ്. ഗ്രോ ബാഗിനകത്തോ ചട്ടിക്കകത്തോ കവറിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തറയിലൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് മേരി മാത്യു ടീച്ചർ എന്ന ചെടിയാണ്. ഇപ്പോൾ അതിൻ്റെ കളറ് വേറെയാണ്, നല്ല പിങ്ക് കളറ്. കുഞ്ഞു ചെടിയാ, എന്നിട്ടും പൂ നിൽക്കുന്നുണ്ടല്ലേ. അതിൽ നിന്ന് കമ്പൊടിച്ച് വേറെ വേറെ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു കളറ് ലൈറ്റ് ചെങ്കല്ല് കളറ്. ഡാർക്ക് ചെങ്കല്ല് കളറ് നമ്മുടെ കയ്യിലുണ്ട് നേരത്തെ. ഇത് റെഡ് കളറ്. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത് കാണാനായിട്ട്. ഇതിപ്പോൾ ഇച്ചിരി പ്രായമായി കേട്ടോ, തറയിൽ നട്ടിരിക്കുന്നതാണ്. എന്നാലും എപ്പം നോക്കിയാലും നല്ലതുപോലെ പൂക്കണം, നല്ലതുപോലെ ഇതിന് വെള്ളം കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലതുപോലെ പൂക്കൾ പിടിച്ച് നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് നടുന്ന രീതിയും വളപ്രയോഗവും ഒക്കെ ഒന്ന് കാണാം. ഇത് ചെങ്കല്ല് കളറ്. ചെങ്കല്ല് കളറ് ഇപ്പം മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടോ. ഇത് അടുത്തടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ അങ്ങ് മാറിക്കോളും ഉണ്ടല്ലേ, വെള്ള സ്പോട്ട് കണ്ടോ. പാപ്പു അപ്പു ഇതാരും വിളിക്കുന്നു. ഇനി വന്നേ അമ്മക്കുട്ടി. എന്നിട്ട് എല്ലാവരും അന്വേഷിക്കുന്നു നിങ്ങളെ. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ അമ്മക്കുട്ടി. എന്തും നോക്കുന്നു, ഹായ് പറ. ഒരു ഷേക്കാൻ്റെ തന്നെ അമ്മ. ഇതെന്തോ അമ്മ ഇത്, അമ്മന് എന്തിൻ്റെ കേടോ ഇത്, എന്തോ ഇത്. ആ നോക്ക ക്യാമറയിലോ, ക്യാമറയ്ക്കകത്തോട്ടങ്ങ് കയറില്ലേ. സുന്ദരിക്കുട്ടെ, സുന്ദരിച്ചോട്ടി. ധാരാളം വളഞ്ഞൊടിഞ്ഞ് നിൽക്കുന്നേ.
ഇതാ ഇവിടെ വരെ നമ്മൾ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ അങ്ങ് നിൽക്കും. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നതാ കൂടുതലൂടെ ഇഷ്ടം. ചട്ടമ്പിക്ക് അപ്പുകുട്ടോ, അപ്പുകുട്ടിന് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും കുപ്പിപ്പാലും കുടിച്ചും ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. ഒരപ്പുകുട്ടോ. അപ്പുകുട്ടിന് കയ്യിലാണ് നോട്ട്, എല്ലാം തിന്നാനുണ്ട്. ഇതെന്തോ ഈ പെണ്ണിന്. അമ്മുവേ, അമ്മുവിനെ പിടിക്കുന്നില്ല, അപ്പുവിനെ വന്ന് പുഞ്ചരിക്കുന്നത്. ഇച്ചിരി കുശും പാവൻ മൂന്നല്ലേ. എന്തോ അപ്പു? അയ്യോടാ, പറഞ്ഞല്ല ചേച്ചി. ശേഖന വന്നേ. അമ്മ ഇത് പ്യുർ വൈറ്റ് ആണ്, കണ്ടോ? ഇത് നമുക്ക് ടീച്ചർ തന്ന കളറാണിത്. അധികം പൂ വന്നില്ല അല്ലേ, എപ്പോഴും പൂവായിട്ട് നിൽക്കുന്നതായിരുന്നു. അതിപ്പം തറയിൽ നിന്നതിന്ന് ഒടിച്ച് വേറൊരു കമ്പ് ഇതിനകത്ത് മാറ്റി വെച്ചതാണിത്. ഇതും വേറെ വെറൈറ്റിയാണിത്. ഇതൊരു ഡാർക്ക് പിങ്ക് ആണിത്. അതിൻ്റെ പൂവ് തണ്ട് ഒരെണ്ണം പിടിച്ചതോടെ നിലത്ത് വീണ് പോയത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. തറയിൽ നിന്നതിനെ ഞാൻ കുറച്ച് ചട്ടിയിലാക്കിയതാണ് ഇതൊക്കെ. ഇപ്പോൾ തറയിൽ നിൽക്കുന്നതായ ഒരു ചൈനീസ് ബോൾസ് ഇതിനെ നമുക്ക് അതേപോലെ ചട്ടിയിലാക്കണം. അപ്പോൾ നടുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്പ് കിട്ടിയ ചട്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതും നടുന്ന രീതിയൊക്കെ അറിയാം. പക്ഷേങ്കിൽ നല്ലതുപോലെ വളർന്ന് പിന്നെ നമ്മുടെ മണ്ണിൽ നിൽക്കുന്നതായ ഒരു ചെടിയെ നമ്മൾ ചട്ടിയിലോട്ട് ആക്കുന്നതാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു ഹോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കല്ലോ കട്ട എന്തെങ്കിലും കുറച്ച് ഭാഗം ഇടുക, അതിൻ്റെ ഹോള് അടഞ്ഞു പോകാതിരിക്കാനായിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം ചാണകം എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം എല്ലുപൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഴയ കുറേ ചെടികളുടെയൊക്കെ വീഡിയോയും പച്ചക്കറിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതെല്ലാം സ്ഥിരം കാണുന്നവർക്ക് നമ്മുടെ മണ്ണ് മിക്സിങ്ങും ഒക്കെ നല്ലതുപോലെ അറിയാവുന്നതാണ്. അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയുടെ പകുതി ഭാഗത്തോളം നിറയ്ക്കണം. നമുക്കതിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. ഒരു പകുതി ഭാഗത്തോളം നമുക്ക് നിറയ്ക്കാം. പകുതിയിൽ നിന്ന് സ്വല്പം കൂടെ താന്നിരുന്നാലും മതി കേട്ടോ. മതി, ഇത്രയും മതി. ഇനി അതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ സ്വല്പം കൂടെ ചാണകം നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിനി നമ്മുടെ മണ്ണിൽ നിൽക്കുന്നതായ ചെടിയെ എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇനി നമുക്ക് മണ്ണിൽ നിൽക്കുന്ന ചെടി എടുത്തുകൊണ്ട് വരാനായിട്ട് പോകാം. ഇപ്പം നമ്മൾ ചെങ്കൽ നിറത്തിലുള്ളതായ ഒരു ചൈനീസ് ബോൾസുമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ട്രാഫിക് സിനിമയിൽ ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത പോലെ ഇനി മമ്മി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? അതെ, നമ്മൾ വേറൊന്നും പോകാത്ത രീതി വേണം ഇതിൻ്റെ കിളച്ചെടുക്കാനായിട്ട്. നല്ല 1-2 വെട്ടിനെ അത് മണ്ണോടുകൂടി നമ്മളിഞ്ഞ് പൊക്കിയെടുക്കണം. മൂന്ന് വെട്ടായി ഇപ്പം. പൊയ്ക്കോ. അപ്പം നമ്മൾ ഹൃദയം എടുത്തു. ഇനി മമ്മി ഒരു ഓട്ടമാണ്. അതിനകത്തോട്ട് നമ്മൾ കൊണ്ടുപോയിക്കാം. അപ്പം നമ്മുടെ ചെടിയും കൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചട്ടിയുടെ അടുത്തോട്ട് പോകാം. ഒട്ടും താമസിപ്പിക്കരുതല്ലയോ? അതെ, കണ്ടോ? അപ്പം നമ്മുടെ ചട്ടി എടുത്തെത്തി. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടെന്നറിയാമോ, ഇവിടെ ഇരിക്കുന്നതായ ബാക്കി മണ്ണും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉറപ്പിച്ച് നിർത്തണം അതിനെ. ഓരോ പ്രാവശ്യം ഇങ്ങനെ അമർത്തി കൊടുക്കണം. കുറച്ചുകൂടെ മണ്ണ് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കണം.
നമ്മളിതിനകത്ത് വെക്കുമ്പോഴുണ്ടല്ലോ പകുതി താന്ന് മണ്ണ് നിന്നാൽ മതി. അതിൻ്റെ മുകളിൽ എന്തായാലും നമ്മൾ ഇച്ചിരി ചാണകം ഇട്ട് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് പെട്ടെന്ന് അതിൻ്റെ ജീവനൊന്നും പോകാതെ അതിന് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3 നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് തണലത്ത് തന്നെ വെക്കണം 2 ദിവസം. എന്നിട്ട് ഒന്ന് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് കൊണ്ടുവന്ന് വെയിലത്തോട്ടൊക്കെ വെക്കാവൂ. ഇത് പ്രത്യേകിച്ച് ഇതിന് കൂടുതൽ വെയിലൊന്നും വേണ്ട, വാടി അങ്ങ് നിൽക്കുക. അത് ഉച്ച സമയത്തൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവർ കരഞ്ഞു നിൽക്കുന്ന മാതിരി നിൽക്കുന്നതാണ്, വാടി തടന്ന്. അപ്പോൾ തണലത്ത് വെക്കുന്നതായിരിക്കും അധികം നല്ലത്. ഒരുപാട് ചൂട് തട്ടാതെ തന്നെ നമുക്ക് കെയർ കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഇതിന് വേറെ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ തണ്ടുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കിളിക്കും. ഇപ്പം നമ്മളിത് മണ്ണിൽ നിന്ന് അതേ രീതിയിൽ ചട്ടിയിലോട്ട് എടുത്ത് മാറ്റുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം നമുക്ക് ഇത് പുതുതായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചിട്ട് നമ്മളെ ചട്ടിയിലോട്ട് വെച്ചാൽ മതി. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവർ നമ്മളത് ആദ്യം വെക്കുന്ന സമയത്ത് ഒരു 3 നേരമെങ്കിലും കുറേശ്ശെ വെള്ളം കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കണം. പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യമാണ്. പലതരത്തിലുള്ളതായ ചൈനീസ് ബോൾസം കണ്ടോ പൂക്കൾ എന്ത് ഭംഗിയാണ് കാണാൻ, എത്ര ടൈപ്പിലാണെന്ന് കണ്ടോ. ഇപ്പോൾ വേറെ ഒരു ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു. പപ്പ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇത് നല്ല പ്യുവർ വൈറ്റാണ് ഈ നിൽക്കുന്നത്. ഇത് വൈറ്റിൽ പിന്നെ റെഡ് കളറ്, ഇത് റെഡിനകത്ത് വൈറ്റ് കളറ്, പിന്നെ നല്ല ഡാർക്ക് ചുവപ്പ്, അങ്ങനെ പല ടൈപ്പിലുള്ളതായ നിറങ്ങൾ. എന്ത് രസമാണ് കാണാൻ. ഇതെല്ലാം കൂടെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻ. ഇനിയും കുറേ കളേഴ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ. അടുത്തടുത്ത് നിൽക്കുമ്പം തന്നെ പുതിയ പുതിയ കളറുകൾ ആയിക്കോളും. ഇത് പരാഗണമൊക്കെ നടക്കുമ്പോഴത്തേ പുതിയ പുതിയ കളേഴ്സ് ആവും. ഇതിപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നതായ ഒരു ചട്ടിയാണ്, ഒരു ഹാങ്ങിങ് പോട്ടാണിത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് എങ്ങനെയാണ് ഈ തണ്ടുകൾ കുത്തി വയ്ക്കുന്നത് നോക്കാം. ഇപ്പം പല നിറത്തിലുള്ളതിൻ്റെ തണ്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് നടാം. അപ്പം നമുക്ക് ഓരോന്നും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം താഴെയുള്ള ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഓരോന്നോരോന്ന് നടാം. അപ്പം അത് നിറഞ്ഞങ്ങ് നിൽക്കും. നമുക്ക് ഈ കളർ നടാം. അപ്പം എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ഒരു വിരലിൻ്റെ താഴ്ചയിൽ വേണം ഇത് നടാനായിട്ട്. ഇതിന് മിക്സ് കളറാണിത്. ഇത് വേറൊരു കളറിത്, അതിനകത്ത് പൂവില്ല. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം നട്ട് കഴിഞ്ഞു. അതേപോലെ നട്ട് വെച്ചിരിക്കുന്ന ഒന്നാണിത്, കണ്ടില്ലേ, പല ടൈപ്പിലുള്ളതാണ്. അപ്പം ഇതിനകത്ത് 1-2 പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് എന്നും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഹാങ്ങിങ് പോട്ടിൽ നട്ടേക്കുവാണെങ്കിൽ നമ്മൾ ഹാങ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതൊന്നും താഴെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എപ്പോഴും പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. പൂവില്ലാത്തൊരു ദിവസം കാണത്തില്ല ഇതിനകത്ത്. ഇങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മുടെ മുറ്റത്ത്. അതെ, ഈ 10 മണിയുടെ പോലെ ടൈപ്പ് തന്നെ അല്ലേ. എപ്പോഴും പൂവുണ്ട്, പിന്നെ തണ്ട് എപ്പോഴും മുറിച്ച് വെട്ടാലും മതി അല്ലേ, നല്ലതുപോലെ കിളിക്കുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം കൂടെ നോക്കണ്ടേ? ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ചൈനീസ് ബോൾസത്തിനാണെന്നെങ്കിലും നമ്മുടെ ചെടികളെ കാണുന്നുണ്ടെങ്കിലും പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വളപ്രയോഗം ചെയ്തിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിക്കോളും. ഇഷ്ടം പോലെ പൂവൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അന്നുള്ള ചാണകം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള ആയാലും മതി. ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടിയുടെ എണ്ണത്തിനനുസരിച്ച് നമ്മളിതൊക്കെ കലക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കുറച്ച് കടലപ്പിണ്ണാക്ക് കൂടുതലൊന്നും വാങ്ങിച്ച് വെക്കരുത്. 1 കിലോ കൂടുതലൊന്നും വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇരുന്ന് പൂത്തു പോയെന്ന് പറഞ്ഞ് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഇത്രത്തോളം കടലപ്പിണ്ണാക്കൂടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എന്തുകൊണ്ടെന്ന് അറിയാമോ, ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി 2 ദിവസം വെച്ചിരുന്നാൽ മതി. ഇതിപ്പം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കലക്കി വയ്ക്കാം.
നമ്മൾ ഈ വളമൊക്കെ കലക്കുന്നതിന് നല്ല സൗന്ദര്യമുള്ള പാത്രം എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ പഴയ ബക്കറ്റുകളൊക്കെ എടുത്താൽ മതി. ഞാനതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ അടിക്കുന്ന ബക്കറ്റുകളൊക്കെ കാണുമല്ലോ. ഇത് നല്ലതുപോലെ കലക്കി നമ്മൾ ഇതങ്ങ് അടച്ചങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. നാളെയോ മറ്റന്നാളോ എടുത്തിട്ട് ഇത് ഇരട്ടി വെള്ളം ചേർക്കും. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം ഇരുന്നൊന്ന് പൊളിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നല്ല ഇരട്ടിച്ച് വെള്ളം ഒഴിക്കണം. അതേപോലെ കൊണ്ടുവന്ന് എന്തായാലും ഒഴിക്കരുത്. ഇത് ഒഴിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുന്നതാണിത്. 2-3 ബക്കറ്റ് വെള്ളം കൂടെ ഇതിനകത്ത് ചേരും. എന്നിട്ട് നമ്മുടെ ഓരോ ചെടിക്കും കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം പൂക്കളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാൻ പറ്റും. ഇത് നമുക്കിനി കൊണ്ടുവന്ന് അടച്ചു വയ്ക്കാം. ഇത് എന്നിട്ട് ഓരോ ഗ്ലാസ് വീതം അല്ലെങ്കിൽ ഒരു മഗ് എടുത്തിട്ട് 1/2 മഗ് വീതം ഓരോ ചെടിക്കും നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വളം ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടം പോലെ പൂക്കളൊക്കെ നമ്മുടെ ചെടിക്കകത്ത് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുറ്റത്ത് ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ചെടികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒക്കെ കിട്ടുമെന്നേ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ചെടികളൊക്കെ തരും. അത് കൊണ്ടുവന്നിട്ട് അത് വളർത്തേണ്ട രീതിയിൽ വളർത്തുക. അവരെ സ്നേഹത്തോടെ വളർത്തുക. എങ്കിൽ മാത്രമേ പൂക്കളൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ചാണകവും കടലപ്പിണ്ണാക്കും ഇല്ല എന്നുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഉണ്ടല്ലോ, കിച്ചണിലെ വേസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളം നേർപ്പിച്ച് കൊണ്ടൊഴിച്ചാൽ ഏറ്റവും നല്ല വളമാണ് കേട്ടോ. നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ കിച്ചണിലെ വേസ്റ്റ് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിക്കുന്നത്. അത് അടിപൊളി വളമാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ചാണകം ഞങ്ങളുടെ ഇല്ല, ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നില്ല എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ കിച്ചണിലെ വേസ്റ്റുകൾ പൊടിച്ചിട്ടിട്ട് മുട്ടത്തോട്, പഴത്തൊലിയും, അതേപോലെ തന്നെ ചായച്ചണ്ടിയും അതൊക്കെ ഉണക്കി പൊടിച്ചിട്ടിട്ട് നമുക്ക് ഈ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പലരുടെയും റിക്വസ്റ്റ് മാനിച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഗാർഡൻ്റെ വീഡിയോ കാണിച്ചത്. അപ്പം കുറേ നാളായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീഡിയോ കാണിക്കണമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇതേപോലെ ചൈനീസ് ബോൾസോ ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് മുറ്റത്തൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. കാരണം എപ്പോഴും ഇഷ്ടം പോലെ പൂക്കൾ ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. അപ്പം പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ പേര് ചോദിച്ചുകൊണ്ട് ചേച്ചി ഇപ്പം വീഡിയോ ഇടുന്ന പരിപാടിയൊക്കെ നിർത്തിയോന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ 3 എണ്ണം വീതം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതായിരിക്കും. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.